Hi dears, welcome back to Arcanex. So +1 ഇംപ്രൂവ്മെന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാൻ വന്നിരിക്കുന്നത്. +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം തന്നെ അവർ അറിഞ്ഞതാണ് ഇത്തവണ തൊട്ട് സ്പെഷ്യൽ ആയിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്ടോബർ നവംബർ മാസങ്ങളിലൂടെ നടക്കും. കഴിഞ്ഞ വർഷം വരെ ശരിക്കും പറഞ്ഞ +1കാർ എഴുതുന്ന അതേ എക്സാം സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം, അതിന് മുൻപിലത്തെ വർഷവും. +1കാർ ഏത് എക്സാം ആണോ എഴുതുന്നത് ആ എക്സാം നിങ്ങൾ +2 എഴുതുന്ന ടൈമിൽ നിങ്ങൾ അവരോടൊപ്പം എഴുതണം. അതായത് കുട്ടികളെ വലയ്ക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. അത് മാനസിക സമ്മർദ്ദം കൂട്ടുമെന്നുള്ള കണ്ടെത്തൽ കാരണം +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഏത് മാസത്തില ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം, അതായത് ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൂടി മാത്രമായിരിക്കും. ശരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ, സെപ്റ്റംബറിൽ നടക്കുകയാണെങ്കിൽ 1-2 മാസം, ഓഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ നമുക്കറിയില്ല. അപ്പൊ 1-1.5 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ. ഡൗട്ട് ഉണ്ടാവും, ഇത്രയും സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. ഒരു സബ്ജക്റ്റിന് വെറും 199 രൂപയ്ക്ക് 7 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ്ഡ് ആപ്പ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം കൺഫേം ചെയ്ത ഒരു ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ, ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. വേണ്ടി വെയിറ്റ് ചെയ്യില്ലാന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എത്ര സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യണം. ഇത് വളരെ വലിയൊരു അവസരം തന്നെയാണ് മക്കളെ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷക്കാർക്കൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയൊരു കാര്യം. ഒരു കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ പറയാം മക്കളെ ഒരു സബ്ജക്ട് മാത്രമേ ഇംപ്രൂവ് ചെയ്യുള്ളൂ, ടൈം ടേബിൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങൾ പറയാം ഒന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. കാരണം സമയമുണ്ട് നമ്മളുടെ മുന്നിൽ. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ മുൻപായിരിക്കും നടക്കുക. അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്താനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണെന്നുള്ള ന്യൂസ് കഴിഞ്ഞ വീക്കിൽ വന്നൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ട് അല്ല. എനിക്ക് ഒന്നും പഠിക്കാത്തവർക്ക് പോലും നിങ്ങളെ കൂടെ ഉണ്ടാവും. റിസൾട്ട് വന്നിട്ടില്ല ആക്ച്വലി അല്ലെ, ജൂലൈയിലാണ് റിസൾട്ട് വരിക. കാരണം ഗൾഫിലുള്ള കുട്ടികളുടെ എക്സാമും കൂടി കഴിയണം. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഏതിനാണ് എക്സാമിന് മാർക്ക് കുറയുക എന്നുള്ളൊരു ബോധ്യം മക്കളുടെ മനസ്സിൽ കാണും. ആ സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ +2 കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾക്ക് ഡബിൾ ഇവാലുവേഷനും ട്രിപ്പിൾ ഇവാലുവേഷനും ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റുകൾ കുറച്ചും കൂടി ടഫ് ആയിരിക്കും. അപ്പൊ വേണമെങ്കിൽ ആ സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് അല്ലെ. നല്ലൊരു നിമിഷം തന്നെയാണ്. തീരുമാനം എടുക്കുക മക്കളെ. 199 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് നമ്മളുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 7 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെക്കോർഡ് ചെയ്തതുണ്ട്. അല്ലാത്ത റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ ലൈവുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് ഏതൊക്കെ സബ്ജക്ട് ആണെന്നുള്ളത് ഇപ്പൊ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം അല്ലേ. ബൈ.